ഇന്ന് റിലീസായ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ 3 വർഷങ്ങൾക്ക് ശേഷം ആരാധകർ കാത്തിരുന്ന അവതാറിന്റെ മൂന്നാം ഭാഗം അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന സിനിമയാണ്. നമുക്ക് ആദ്യം ആ വിഷയത്തിലേക്ക് തന്നെ സംസാരിക്കാം. ആ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ഇതിൻ്റെ റിവ്യൂസ് വന്നിരുന്നു. പ്രത്യേകിച്ച് അവിടെ നിന്നുള്ള പ്രൈവറ്റ് സ്ക്രീനിങ്സ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പുറത്ത് വന്നത് തന്നെ ഈ സീരീസുകളിൽ, അതായത് അവതാറിലെ ഏറ്റവും മോശം സിനിമയാണ് ഫയർ ആൻഡ് ആഷ് എന്നുള്ള അഭിപ്രായം 2 ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂകൾ, റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ റിലീസിനെത്തിയത് ഇന്നാണ് നമുക്കൊക്കെ കാണാൻ പറ്റിയത്. ഇന്ന് കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ, ആദ്യ ഷോയ്ക്ക് തന്നെ ഉണ്ടായിരുന്ന പ്രതികരണങ്ങൾ സമ്മിശ്രമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 തട്ടിൽ നിൽക്കുന്നത് പോലെ ഇരിക്കും. പക്ഷേ 70% പ്രേക്ഷകർക്കും ഈ സിനിമ വർക്കായില്ല എന്നുള്ളത് വേണം സംസാരിക്കാൻ. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ജെയിംസ് കാമറൂണിനെ പോലെ ഒരു സംവിധായകൻ, ടെർമിനേറ്ററും അവതാറും ടൈറ്റാനിക്കും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വെച്ചിരുന്ന സംവിധായകൻ ഇനി അവതാർ സീരീസ് വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം കാമറൂണിനെ പോലൊരു സംവിധായകൻ മറ്റു പല സബ്ജക്റ്റുകളും എടുത്ത് ജനങ്ങളെ വിസ്മയിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതിന് പകരം അവതാറിൽ സ്റ്റിക്ക് ഓൺ ആവരുത് എന്നുള്ളതാണ് പല പ്രേക്ഷകർക്കും മുന്നോട്ട് വയ്ക്കാനുള്ള അഭിപ്രായം. അവർക്ക് കുറച്ച് പോസിറ്റീവ്സും പറയാനുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട പോസിറ്റീവുകളിൽ ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ വിഷ്വലാണ്. ഇതിൻ്റെ വിഷ്വൽ, അവതാർ മുന്നോട്ട് വയ്ക്കുന്ന ലോകം, ആ ഒരു പ്ലാനറ്റ്, അതെല്ലാം തന്നെ നമുക്ക് ഭയങ്കരമായ മികവ് തന്നെ നൽകുന്നത് തന്നെയാണ്. ലോക സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടാൻ പോകുന്ന വിസ്മയം തരുന്ന ഒരു സിനിമ തന്നെയാണ്. മാത്രമല്ല ഇതിനകത്ത് കൂടുതൽ സംഭാഷണങ്ങളാണ് സംസാരിക്കുന്നത്. ഈ 2ാം ഭാഗത്തിൽ വേ ഓഫ് വാട്ടറിൽ ഈ ഫാമിലി പരമായിട്ടുള്ള സംസാരങ്ങൾ പലർക്കും അങ്ങ് വർക്കായിട്ടില്ല എന്നത് വേണം തന്നെ പറയാം. പ്രത്യേകിച്ച് 2022 ഇതിൻ്റെ 2ാം ഭാഗം ഇറങ്ങിയത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവുകൾ വരാനുള്ള കാരണം ഇത് ഭയങ്കരമായി കുടുംബ പ്രേക്ഷകർ അല്ലെങ്കിൽ കുടുംബം അങ്ങനൊരു ബോണ്ടിങ്ങിൽ ഈ സിനിമ സംസാരിക്കുന്നു. പല സോപ്പ് ഒപ്പേറ, നമ്മൾ മലയാളത്തിൽ നമ്മൾ പല സീരിയലുകളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നതൊക്കെ പറഞ്ഞായിരുന്നു അതിൻ്റെ വിമർശനങ്ങളൊക്കെ വന്നിരുന്നത്. 3ാം ഭാഗത്തിനും വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല എന്ന് വേണം തന്നെ പറയാൻ. 3ാം ഭാഗത്തിൽ ഫയർ ആൻഡ് ആഷിൽ തീയുമില്ല പൊരിയുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവതാർ സീരീസിൽ ഏറ്റവും മോശം സിനിമകളിൽ ഒന്നായിട്ട് തന്നെയാണ് ഫയർ ആൻഡ് ആഷിനെ പലരും വിലയിരുത്തപ്പെടുന്നത് എന്നുള്ള രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. കാമറൂൺ ഇനി അവതാറും ലോകവുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു ആവശ്യവും വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ക്വാളിറ്റി ഇൻ ദ സെൻസ് ഇതിൻ്റെ VFX ക്വാളിറ്റി, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കരമായൊരു ദൃശ്യമികവ് പ്രേക്ഷകർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടെന്നത് വേണം പറയാൻ. ഇതിൻ്റെ റൺ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂർ 12 മിനിറ്റാണ്. അതായത് ഏകദേശം 192 മിനിറ്റുകളോളം ഈ സിനിമയ്ക്ക് ദൈർഘ്യമുണ്ട്. ആ ദൈർഘ്യം പിടിച്ചു നിൽക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കുമോ എന്നുള്ളതും 2 വ്യത്യസ്ത അഭിപ്രായങ്ങളായിട്ട് നിൽക്കുന്നത്. അവതാറിൻ്റെ 3ാം ഭാഗത്തിന് വേണ്ടി കാത്തിരുന്ന പ്രേക്ഷകർ ചെറുതൊന്നുമല്ല. കേരളത്തിൽ ആദ്യ പ്രദർശനം ആരംഭിച്ചത് രാവിലെ 5 മണിക്കാണ്. ഉറക്കം പോലും കളഞ്ഞ് അവതാർ കാണാൻ വേണ്ടി എത്തിയ പ്രേക്ഷകർക്ക് നിരാശയായിരുന്നു കുറച്ചധികം ഫലം എന്നത് വേണം തന്നെ പറയാൻ. നിരാശപ്പെട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ട കാഴ്ചയാണ് പ്രേക്ഷകർക്ക് ഈ സിനിമയിൽ നിന്നും ഉണ്ടായത് എന്നുള്ളതും അവർ വ്യക്തമാക്കുന്ന കാര്യവും കൂടിയാണ്. ഇനി അവതാറുമായിട്ട് മുന്നോട്ട് പോകാനാണോ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ജെയിംസ് കാമറൂണുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ നിൽക്കുന്നത് കൊണ്ടൊരു കാര്യം സൂചിപ്പിക്കാം. ഏറ്റവും ഒടുവിൽ ജെയിംസ് കാമറൂണും സംവിധായകനായ SS രാജമൗലിയും തമ്മിലൊരു വീഡിയോ കോൺഫറൻസിംഗ് ഉണ്ടായിരുന്നു. ആ വീഡിയോ കോൺഫറൻസിംഗ് വളരെ രസമാണ്. ഒരു ഇന്ത്യൻ ഓഡിയൻ എന്ന രീതിയിൽ കാണുമ്പോൾ ഭയങ്കര സുഖമുള്ള, അവരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഒരു സിനിമാറ്റിക് ഫീൽ അല്ലെങ്കിൽ സിനിമ ആസ്വദിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു വലിയ വിസ്മയം തന്നെയായിരുന്നു ഇവരുടെ കോൺവെർസേഷൻ. ആ കോൺവെർസേഷനിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന, റീൽസിലും സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും ജെയിംസ് കാമറൂൺ സംവിധായകനായ രാജമൗലിയോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. കാമറൂൺ രാജമൗലിയോട് പറയുന്നത്, താങ്കളുടെ സിനിമയുടെ സെറ്റായ വാരണാസിയിൽ ഞാനൊരു ദിവസം വന്നോട്ടെ എന്നത് ചോദിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാനായിട്ട് ഞാൻ നിൽക്കാം എന്നുള്ളതാണ് കാമറൂൺ പറയുന്നത്. രാജമൗലി വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ തൻ്റെ വാരണാസിയുടെ സെറ്റിൽ സ്വീകരിക്കാൻ എന്നതും കൂടി രാജമൗലി പറയുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഫയർ ആൻഡ് ആഷിൻ്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കാമറൂൺ രാജമൗലി സംഭാഷണം നടക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും പ്രൈഡായിട്ട് നിൽക്കുന്ന ഒരു സംവിധായകൻ, പ്രത്യേകിച്ച് ലോക സിനിമയുടെ സംവിധായകൻ എന്ന് വിളിക്കപ്പെടുന്ന ജെയിംസ് കാമറൂൺ, ഇരുവരും തമ്മിലുള്ള കോൺവെർസേഷൻ വളരെ സന്തോഷത്തോടു കൂടി, വളരെ അഭിമാനത്തോടു കൂടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തത്. കാമറൂണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവതാർ ലോകത്ത് തന്നെ കാമറൂൺ സ്റ്റക്കാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം തന്നെ പറയുന്നത്, ഈ സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ താൻ പൂർണ്ണമായും അവതാറിലൊന്ന് വിട്ടു നിൽക്കുമെന്നുള്ളതാണ്. അതിൽ നിന്നാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ തന്നെ അവതാറുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സീരീസുകൾ, ഒരുപാട് പാർട്ടുകൾ ഇനിയും ഉണ്ടതായിട്ടും കാമറൂൺ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 3ാം ഭാഗം വർക്കായില്ലെങ്കിൽ തന്നെ മാറി നിൽക്കും, അവതാർ തന്നെ വെച്ച് കെട്ടും എന്നുള്ള രീതിയിലേക്ക് കാമറൂൺ പറയുമ്പോൾ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രേക്ഷകർക്ക് വർക്കാവുന്നില്ല പടം. പ്രേക്ഷകർക്ക് ഈ സിനിമ വർക്കാവുന്നില്ല. അവതാർ എന്ന് പറയുന്ന സിനിമ
ഒരു ദൃശ്യ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയി ഏറ്റവും വിസ്മയിപ്പിച്ച ഒരു സിനിമ, ലോകം തന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും വിസ്മയിപ്പിച്ച സിനിമ. പക്ഷേ രണ്ടാം ഭാഗം വന്നപ്പോഴേക്കും അതിൻ്റെ നീതി പുലർത്തിയില്ല, മൂന്നാം ഭാഗം വരുമ്പോഴും അതിൻ്റെ നീതി പുലർത്തുന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ക്യാമറൂൺ അവതാറുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം പുതിയ പുതിയ സബ്ജക്റ്റുകൾ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്ന് വിസ്മയിപ്പിക്കുന്ന തരത്തിലേക്ക് മാറണം എന്നുള്ളൊരു ആവശ്യം കൂടി പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഫയർ ആൻഡ് ആഷുമായിട്ട് ക്യാമറൂൺ വരുമ്പോൾ പോലും അടുത്ത ഭാഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ക്യാമറൂൺ ശ്രമിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം രണ്ടാം ഭാഗത്തിൽ വേ ഓഫ് വാട്ടർ അവസാനിപ്പിച്ചതിൻ്റെ അടുത്ത് തന്നെയാണ് ഫയർ ആൻഡ് ആഷ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അങ്ങനെ വലിയ ടൈം ലൈൻ ഗ്യാപ്പൊന്നും വരുന്നില്ല, ആ രീതിയിലൊന്നുമല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അടുത്ത ഭാഗങ്ങളും കൂടി സെറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതായത് ക്യാമറൂൺ ഉദ്ദേശിക്കുന്നത് ഇത് വെച്ച് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണോ അദ്ദേഹം ഈ സിനിമയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സിനിമ. മാത്രമല്ല ഇതിൻ്റെ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് അവതാർ ലോകത്തെ. ഇപ്പോൾ പ്രത്യേകിച്ച് അവതാർ ആരാധകർ ഒരു വിഭാഗം വലിയ ആളുകൾ ഇതിൻ്റെ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് കാണാൻ വേണ്ടി പോകുന്നവരാണ്, അതിൽ ആകൃഷ്ടരായവരാണ്. ആ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെയാണ് ക്യാമറൂൺ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതും ഒരു വലിയ വിമർശനവുമായിട്ടും കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഒരു 5 പാർട്ട് സീരീസ് ആയിട്ടൊക്കെ അവതാർ വരുമെന്ന് പറയുകയാണെങ്കിൽ ഇതിന് മൂന്നാമത്തെ ഭാഗം ഫയർ ആൻഡ് ആഷ് നമുക്കൊരു നടുക്കഷ്ണമായിട്ട് വയ്ക്കാം. പക്ഷേ ആ നടുക്കഷ്ണം എത്രമാത്രം നീതി പുലർത്തി എന്നുള്ള ചോദ്യത്തിന് തീരെ നീതി പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രേക്ഷകരുടെ അഭിപ്രായവുമായിട്ടും കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ ക്യാമറൂൺ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകുമോ, നാലാം ഭാഗം ഉണ്ടാകുമോ എന്നൊക്കെ രീതിയിൽ ചോദിക്കേണ്ടതുണ്ട്. പക്ഷെ എന്നാൽ പോലും അവതാർ ഫയർ ആൻഡ് ആഷ് പ്രേക്ഷകർക്ക് വേണ്ട രീതിയിൽ കൊളുത്തിയിട്ടില്ല എന്ന് വേണം തന്നെ ആദ്യ പ്രദർശനത്തിന് ശേഷം പറയാൻ.